ഹായ്. ഇതെങ്ങനെ തുമ്പിക്കായിട്ട് എവിടേക്ക് വിട്ടാ? പറമ്പിൽ പോവാണ്. അതെ. അപ്പൊ നമ്മളിന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ഇവിടെ പറമ്പിലത്തെ വീഡിയോ ആണ് കേട്ടാ. അതെ. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടിയിൽ. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പം നമുക്കിനി പോവാം. നമ്മൾ പറമ്പിലേക്ക് എത്തിയിട്ടാ. ഈ സാധനങ്ങളൊക്കെ കൊണ്ട് പറമ്പിലേക്ക് പോകണം. ഇതാണ് നമ്മുടെ തറവാട്ടമ്പലം. നമ്മൾ കുറേ വട്ടം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീടുകളൊക്കെ കുറച്ച് വന്നു കേട്ടാ. അപ്പം നമ്മളിത് കുറച്ചൊക്കെ പുല്ലടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ അടിച്ച് ഇനി അവിടെ ആ വശത്തും അടിക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മോട്ടർ പെരയിൽ പൈപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പോകാനാണ്. കഴിഞ്ഞ വട്ടം നനച്ചിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് പോന്നേക്കാം. നമ്മുടെ മോട്ടർ പെരയൊക്കെ ആകെ ഇടിഞ്ഞ് പൊഞ്ഞ് പോയിട്ടാ. അതൊക്കെ ഞാൻ സെറ്റാക്കണം നമുക്ക്. പൈപ്പ് ഇപ്പോൾ ഒരു കൂട്ടം അതിനുള്ള ഒരു പാമ്പ് ഇരിക്കുന്നുണ്ടാവും. ബക്കറ്റും മോട്ടറാ കൊണ്ടുവച്ചിണ്ടാ എന്ന് അങ്ങനെ വെച്ചിട്ടുള്ള എന്തിനാ കുറച്ച് നനച്ചിടങ്ങാൻ ചേട്ടാ, അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല. കഴിഞ്ഞ മുമ്പത്തെ പോലെ നമ്മൾ നനച്ചാ ചേട്ടാ? കഴിഞ്ഞതിന് മുമ്പത്തെ പോലെ നനച്ചായിരുന്നു നമ്മള്. അതെ, മോട്ടർ കൂടി ഉണ്ടായിരുന്നില്ല ചേട്ടാ. പിന്നെ ഇപ്പൊ ആരും കൊണ്ടുവന്ന് വെച്ചേക്കണതാ, കാണാണ്ടായിരുന്നില്ല. മാനസാന്തരപ്പെട്ടിട്ട് കൊണ്ടുവച്ചേക്കണെന്ന് തോന്നുന്നുണ്ട്. അത് വർക്കാവുണ്ടാവില്ല, അത് കാരണം കൊണ്ടുവച്ചതാവും. ആകെ ഇടിഞ്ഞു പൊളിഞ്ഞാകെ നാശമായിട്ടാ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. കുറച്ച് ചപ്പാത്തിയും പഴമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. തണൽ നോക്കിയിട്ട് പോയിരിക്കണതാണ്. ചാക്ക വരണല്ലോ അല്ലേ? ആ, നല്ല കരുത്തുണ്ട് ആ വാഴയ്ക്ക്. അതിന് വെള്ളം അവിടെ നിന്ന് കുളത്തിന്ന് കിട്ടുന്നുണ്ടാവും. ബാക്കിയുള്ള വാഴകളൊക്കെ ഉണങ്ങി നാര് പോലെ ആയിട്ടാ. കണ്ട ഒരു വാഴ അവിടെ നിൽക്കണം. ചപ്പാത്തിയും പഴവും കഴിക്കാൻ. ഹായ്. ആ, ശബ്ദം ഉണ്ടാക്കാണ്ട് വേറെ പറഞ്ഞത്. അപ്പൊ ഇന്നലത്തെ കുറച്ച് കൊള്ളി ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നിട്ട് കേട്ടാ. ചപ്പാത്തി പഴം കൊള്ളി കഴിക്കാൻ പോവാണ്. ഒരു നാരങ്ങയും കുറച്ച് ഉപ്പും കൈ പിടിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ക്ഷീണം വരികയാണെങ്കിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ വെച്ചിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിക്കില്ലേടാ. അപ്പൊ നമ്മള് മോട്ടർ അടിക്കാനായിട്ടേ വെള്ളം കോരിടണം. നമുക്ക് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടാ. കിണറ്റിലൊക്കെ നിറച്ച് കരടാണ് കേട്ടാ. ഷീറ്റൊക്കെ പറന്നു പോയി വീണെടുക്കുന്നുണ്ട്. കുട്ടനാണ് വെള്ളം കോരുന്നത്. പണ്ടൊക്കെ നമ്മൾ കരണ്ടൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഇങ്ങനെ കുറേ കോരിയിട്ടുണ്ട് കേട്ടാ.
ഇപ്പോഴുള്ള പിള്ളേർക്ക് ഇങ്ങനെയുള്ളൊരു അവസരമൊന്നും കിട്ടാറില്ല. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ പൗഡർ ടിന്നൊക്കെ ഓട്ട തിളച്ചിട്ട് വെള്ളം കോരുട്ടാ. ആ അത് അച്ചാച്ചനൊക്കെ ഉള്ളപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ചേർന്ന് ഇരുവേലിയ എന്നിട്ട് ചേട്ടാ അതിൻ്റെ പേര് ഏതാ? ആ എന്തിട്ടെന്നാ പറയാ? അതാണ് ചേട്ടാ, അത് ആഫ്രിക്കൻ വെച്ചിട്ടാ. നമ്മുടെ ഇവിടെയും വന്ന് പെട്ടായി സാധനം. അതല്ലേ ദൈവമേ, ജീവുള്ളതാട്ടാ. നിറച്ചാവൂന്ന് പറയുന്നുണ്ട് ഈ സാധനം. ഇതിന് നശിപ്പിക്കാൻ എങ്ങനെ പറ്റുക? അമ്മ അതൊന്നും കഴുകുമോ? അപ്പം നമ്മൾ വെള്ളമൊക്കെ കുറേ ഒഴിച്ചു, 3-4 വട്ടം ഒഴിക്കേണ്ടി വന്നു കേട്ടോ. സെറ്റായി എടുത്ത് നമ്മൾ ഇനി പൈപ്പ് വെച്ചിട്ട് നമുക്ക് തെങ്ങിൻ്റെ കട നനയ്ക്കണം കേട്ടോ. നനയ്ക്കാനൊക്കെ നമ്മൾ വൈകി പോയില്ലേ, ഒരു 1-2 ആഴ്ച മുന്നേ തൊട്ട് തന്നെ തുടങ്ങേണ്ടതാണ് കേട്ടോ. ശരിക്കും നല്ല വേനലായി തുടങ്ങിയില്ലേ. നമുക്കിനി ഓരോന്നായിട്ട് നനയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളിത് 1-2 തെങ്ങിൻ്റെ കട നനച്ചു. കുട്ടനെ നനയ്ക്കണ കേട്ടാ. ഹായ് 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 കുട്ടേട്ടാ. കുട്ടേട്ടന് സന്തോഷം, വെള്ളം കണ്ടപ്പോൾ എന്താ ഒരു സന്തോഷം കേട്ടാ. അമ്മ രക്ഷപ്പെട്ടു. അമ്മക്ക് നനയ്ക്കണ്ടല്ലോ. അവനെ അച്ഛനോട് പട്ട എടുത്തിടാനായിട്ട് വിളിച്ചു. അപ്പോൾ അവന് പോവാൻ മടി. അപ്പോൾ ഞാൻ 2 പട്ട മാറ്റി എടുത്തിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അവന് പൈപ്പ് വലിച്ചിട്ട് നടക്കണ്ട. ഇതെങ്ങനെ ഇടയ്ക്ക് മടിയന്മാർക്ക് പറ്റുന്ന പണി, അമ്മിളികൾ ഇതാണ്, മനസ്സിലായ? ഇത് നനയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാട്ടാ. വെള്ളത്തിൽ കളിക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്? അല്ല കുട്ടാ, നല്ല രസമല്ലേ? ഇഷ്ടല്ല അല്ലേ? ആ കുട്ട അമ്മേട്ടാ, അമ്മയുടെ മോൾക്ക് അമ്മ കഴിക്കും. അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അച്ഛന് കുടിക്കാൻ വെള്ളം കൊണ്ടെടുക്കാൻ പറഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം ആൾക്ക് നനയാണ്. അതെ, ഒരു കഴിഞ്ഞ വർഷം നമ്മൾ നനച്ചില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ പറമ്പൊക്കെ കത്തിയായിരുന്നു കേട്ടോ. ഇവിടെ തൊട്ടന്നെ ഒരു കുളമാണ്. ആ കാണുന്നത് കുളമാണ് കേട്ടോ. ഇങ്ങനെ കാണില്ല കുളം, തൊട്ടന്നെ കുളമാണ്. അപ്പോൾ കുളത്തിൽ മീൻ ചൂണ്ടാൻ ഒരു ബീഡി വലിച്ചിട്ടതാ. അപ്പോൾ ഇവിടെയൊക്കെ കത്തിയായിരുന്നു. അത് കാരണം തെങ്ങൊക്കെ അവിടെ ഉണ്ട ചൂല് പോലെ നിൽക്കണ. നമ്മുടെ നാനയൊക്കെ കഴിഞ്ഞു, നമ്മൾ പോവാണ് കേട്ടാ. ലേശം ബാക്കി കണ്ണു പറ്റാണ്ടിരിക്കാൻ. അടുത്ത വീഡിയോയിൽ ഇതിലും വലിയൊരു സംഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും കൂടി അപ്പം എല്ലാവർക്കും ബൈ ബൈ.